അപ്പോൾ നമുക്കിനി മിഥില ബാലൻ കൂടി നമുക്കൊപ്പം ശരിയാണ് ഹാഷ്മി എവിടെ നിന്നായിരിക്കും? ചുങ്കത്തറ. മിഥില, ഗുഡ് മോർണിംഗ്. അവിടെ എങ്ങും ആരും കെട്ടിപ്പിടിച്ചില്ലല്ലോ? ഗുഡ് മോർണിംഗ്. ഇവിടെ ആരും കെട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഞാനുള്ളത് ചുങ്കത്തറയാണ്. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് കുടുംബസമേതം എത്തി ഇവിടെ വോട്ട് രേഖപ്പെടുത്തും. 10 മണിയോടെയായിരിക്കും അദ്ദേഹം ഇവിടെ എത്തുക. നിലവിലിപ്പോൾ നേരത്തെ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ട് പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന സുഗമമായി തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. വോട്ട് ചെയ്തു മോളെ. പണിയൊക്കെ തീർത്തിട്ട് വന്നാണോ? തീർത്ത് പറഞ്ഞാ വീട്ടില് ചെറിയ പണിയല്ലേ ഉള്ളു എനിക്ക്. അല്ലാത്തൊക്കെ മറ്റേ മരുമകളൊക്കെ അല്ലേ എടുക്കണേ. ഞങ്ങളെല്ലാരും കൂടി അവരെ വണ്ടിയിലും പോന്നതാണ്. എന്താണ് നിലമ്പൂരിലെ ഒരു വോട്ടിന്റെ ഒക്കെ ഇത്രയും ദിവസം ഒരു 22 നിലമ്പൂരും ചുങ്കത്തറയൊക്കെ നല്ല ഇതാണ്. നല്ല പോളിംഗ് അല്ല അതുപോലെ വോട്ട് ചോദിക്കാൻ വരലും എല്ലാം നല്ല ഉഷാറായി സജീവാണ്. രണ്ടാൾക്കും നല്ല സജീവ. അതിലിപ്പോ ജയിക്കാരാന്നിപ്പോ നമുക്ക് പറയാൻ പറ്റൂലല്ലോ, ജനങ്ങളെ എത്തല്ലേ. തീർച്ചയായും ജനങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തി സന്തോഷം. കുറെ കാലമായാലും രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങള് വോട്ട് രേഖപ്പെടുത്തിയല്ലേ. അപ്പൊ ഞങ്ങൾക്കിപ്പോ ചുങ്കത്തറക്കാർക്കും നിലമ്പൂരുകാർക്കും ഇതൊരു പുതുമയാണ്. എന്താന്ന് എപ്പോഴും ഇങ്ങനെ വോട്ട് ഇനിയിപ്പോ അടുത്തും വരികയല്ലേ വോട്ട്. തീർച്ചയായും 24 ന്യൂസാണ്. ആണോ? തീർച്ചയായും മിസ്കാൻ വീട്ടമ്മമാരെല്ലാം തന്നെ രാവിലത്തെ പണിയൊക്കെ തീർത്തു വെച്ചിട്ട് മഴേന്റെ മുന്നേ വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. ചുങ്കത്തറ എന്ന് പറയുമ്പോൾ ഒരുപാട് രാഷ്ട്രീയ നാടകം നടന്ന ഒരു പഞ്ചായത്താണ് ചുങ്കത്തറ പഞ്ചായത്ത് എന്നത്. അൻവർ എഫക്ട് ആദ്യം അൻവർ LDF ഇട്ടതിനു ശേഷമുള്ള അൻവർ എഫക്ട് പ്രകടമായ ഒരു പഞ്ചായത്തായിരുന്നു ചുങ്കത്തറ. ആ ചുങ്കത്തറയിലാണ് ഇപ്പോൾ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താനായി ചുങ്കത്തറ പഞ്ചായത്തിലെ ഓരോ ബൂത്തുകളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ നാടകം എന്നത് കൂറുമാറ്റത്തിലൂടെ LDFന് ഭരണം നഷ്ടമായ ഒരു പഞ്ചായത്താണ് ചുങ്കത്തറ. അത്തരമൊരു രാഷ്ട്രീയ പ്രാധാന്യം നിലവിൽ ഇവിടെയുണ്ട്. എന്തുതന്നെയായാലും വരും മണിക്കൂറുകളിലേക്ക് കൂടുതൽ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലെത്തി. നമ്മൾ ഈ 22 ദിവസം നമ്മൾ നിലമ്പൂരിൽ കണ്ട ഒരു കാഴ്ച, ആ ഒരു പ്രചാരണത്തിന്റെ ആവേശം വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥ നിലവിൽ ഇപ്പോൾ അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ് ഇവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തും. ഭേദപ്പെട്ട തിരക്ക് ഒട്ടുമിക്ക എല്ലാ ബൂത്തിലും ഉണ്ട്. മഴ മാറി നിൽക്കുന്നു.